എമ്പുരാൻ റീ എഡിറ്റിംഗിൽ തീരുമാനമായില്ല. നിർമ്മാതാക്കൾ റീ എഡിറ്റിംഗ് ആവശ്യമുന്നയിച്ച സെൻസർ ബോർഡിൽ ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ല. ഓൺലൈൻ വഴിയാണ് റീ എഡിറ്റിംഗ് ആവശ്യം നിർമ്മാതാക്കൾ അറിയിക്കേണ്ടത്. അപേക്ഷ നൽകിയ ശേഷം സെൻസർ ബോർഡ് വീണ്ടും സിനിമ കാണും. അതിന് ശേഷം മാത്രമേ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കഴിയൂ. ചിത്രത്തിന് കത്തി വീഴുമെന്ന വാർത്ത പുറത്തു വന്നതോടെ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ബുക്കിംഗ് നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സ്നേഹ ഓൺലൈൻ ചേരുന്നുണ്ട്. സ്നേഹ, ഇതിൽ റീ എഡിറ്റിംഗിൽ ഒരു തീരുമാനമായിട്ടില്ല, ഇതിലൊരു അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ചിത്രം റിലീസായി 3 ദിവസം ആകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ വിവാദങ്ങളൊക്കെ പുറത്തു വരുന്നത്. 17 രംഗങ്ങളിൽ ചിത്രം എഡിറ്റ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങളിൽ 17 രംഗങ്ങളിൽ കത്രിക വെട്ടാണ് ഇപ്പോഴുള്ളത്. ഏതായാലും 2 ദിവസം അവധിയാണ്. നമുക്കറിയാം, സ്വാഭാവികമായും പെരുന്നാളാണ് വരുന്നത്. അത് കഴിഞ്ഞ് ബുധനാഴ്ചയോടുകൂടിയാണ് ഈ ചിത്രം റീ എഡിറ്റ് ചെയ്ത് വീണ്ടും തിയേറ്ററിലേക്ക് എത്തുക എന്നാണ് പറയുന്നത്. അതായത് നാളെ പുതിയ ചിത്രത്തിൻ്റെ പതിപ്പ് വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഈ അവധിയായതിനാലാണ് ഇത്തരത്തിൽ ഈ ബുധനാഴ്ചയിലേക്ക് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷേണോയ്സ് തിയേറ്ററിലാണ്. കൊച്ചിയിലെ ഒരു തിയേറ്ററാണ്. അതായത് ഇവിടെ ഇടവിട്ട് 8 മണി, 8:15, 8:30 തുടങ്ങി ഇടവിട്ട സമയങ്ങളിലൊക്കെ തന്നെയും ഈ സിനിമ ഇവിടെ സംരക്ഷണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ഫാമിലി ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവർ 3 പേരും ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് നിങ്ങൾ മനഃപൂർവ്വം ഇട്ട് വന്നത്? അതെ, ബ്ലാക്ക് ഇങ്ങനെ 3 പേര് പറഞ്ഞ് ബ്ലാക്ക് ഇട്ടതാണ്. സിനിമ കാണാൻ വേണ്ടി ബ്ലാക്ക് ഇട്ട് തന്നെ വന്നതാണ് ഞങ്ങൾ 3 പേരും. അത്ര കട്ട വെയിറ്റ് ചെയ്ത്? തീർച്ചയായും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ടിക്കറ്റ് തന്നെ കിട്ടിയത്. അപ്പൊ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണത്. അപ്പം കട്ട് ചെയ്യണതിന് മുന്നേ കാണണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻറ്റി? ഇല്ല, ഞായറാഴ്ച ആയതുകൊണ്ടല്ല, നമുക്ക് ഇന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ. അപ്പോൾ ഞങ്ങൾ രാത്രി ആണ് നോക്കിയത്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലോ എന്നുള്ളതിനാണ്. പക്ഷെ ഇതേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ, അത് ബുക്ക് ചെയ്തോന്ന് പറഞ്ഞാൽ അങ്ങനെ. ഈ ചിത്രത്തിലെ ഈ കുറേ റീ എഡിറ്റ് വരാൻ പോവുകയാണെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കണ്ടേക്കാന്ന് കരുതി വന്നതാണോ? ഇല്ല, ഞങ്ങൾ അതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്തതാണ്. റീ എഡിറ്റിങ്ങിന് ഹയറിങ്ങിന് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഇന്നലെയൊക്കെ ആണല്ലോ. ഈ ബുധനാഴ്ച മുതൽ പുതിയ ഇത് വരും എന്നാണ്. ബുധനാഴ്ച മുതൽ കണ്ടാന്ന് തോന്നുന്നു അല്ലേ? അടുത്ത ബുധനാഴ്ച. അപ്പോൾ അതിന് മുമ്പേ പക്ഷെ നമ്മൾ അതിന് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തതാണ്. പിന്നെ റീ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. വെച്ചാൽ അത് സിനിമ അങ്ങനെ തന്നെ കാണിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത് അല്ലേ? അല്ലാണ്ട് അത് എഡിറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു സിനിമയുടെ ഫുൾ ഇത് സൃഷ്ടിയാണല്ലോ. കലാസൃഷ്ടിയാകുമ്പോഴത്തേക്കും അവരെങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ കാണിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ശരി. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ആ സിനിമയുടെ അവർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സിനിമയുടെ ഒരു ആത്മാവ് നഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലക്ഷ്മി, ഏതായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒരു സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത്. തീർച്ചയായിട്ടും സ്നേഹ, സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. വിവാദങ്ങൾ തലപൊക്കുമ്പോഴും ബിജെപിയിലടക്കം 2 അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു സിനിമ കാണില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അക്കാര്യം കൂടി വിശദീകരിക്കും സ്നേഹ. തീർച്ചയായും നേതാക്കളുടെ ഭാഗത്തു നിന്നടക്കം ഒരു സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്: ലൂസിഫർ കണ്ടിരുന്നു, അതുകൊണ്ട് തന്നെ ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ കാണാനും അദ്ദേഹം അത്രമാത്രം കാത്തിരുന്ന എന്നാണ്. പക്ഷേ ചിത്രത്തിൽ 17 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാകുന്നുണ്ട് എന്നും മനസ്സിലായി എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് മോഹൻലാൽ ആരാധകരെയും മറ്റ് പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന ചില വിഷയങ്ങൾ സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, സിനിമയായി കാണണം. ഞാൻ സ്നേഹയിലേക്ക് തിരികെ എത്താൻ